പിച്ചച്ചിരട്ട എന്ന പേരുദോഷം മാറി ചിരട്ടയുടെ പ്രതാപകാലമെത്തി. ചിരട്ടയ്ക്ക് വില കൂടിയതോടെ വീടുകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നവർ ഇപ്പോൾ പ്രധാനമായും തേടുന്നതും ചിരട്ടയാണ്. ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാണ്. നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന ചിരട്ടയിൽ നിന്നും കാശുണ്ടാക്കാം. ചിരട്ടയ്ക്ക് പ്രതാപകാലം, വില കുതിച്ചുയരുന്നു. ചാർക്കോൾ നിർമ്മാണത്തിനും മറ്റു വില കൂടിയ വസ്തുക്കൾ നിർമ്മിക്കാനുമാണ് ചിരട്ട വൻതോതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചാർക്കോൾ ഉപയോഗിച്ചുള്ള ഒരുപാട് ടൂത്ത് പേസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു പുറമെ ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന സ്പൂണുകൾ, ബൗളുകൾ, ജ്വല്ലറികൾ എന്നിവയും ആഗോളതലത്തിൽ പ്രചാരം വർദ്ധിച്ചതും ചിരട്ട കയറ്റുമതി വർദ്ധിക്കുന്നതിന് ഒരു കാരണമാണ്. വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ തുറന്ന പാത്രത്തിൽ ചിരട്ടക്കരി സൂക്ഷിച്ചു വെച്ചാൽ മതി. ദുർഗന്ധങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. വെള്ളം ശുദ്ധീകരിക്കുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും ചിരട്ടക്കരി ഉപയോഗിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ബ്രാൻഡ് ചെയ്ത് ആമസോണിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഈ ചിരട്ടയ്ക്ക് രാജ്യാന്തര വിപണിയിൽ പൊന്നും വിലയാണ്. വില വർദ്ധിച്ചതോടെ ചിരട്ട എടുക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് കിലോ കണക്കിനാണ് ചിരട്ട എത്തുന്നത്. ചിരട്ടയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ്. പ്രമേഹത്തിനും കൊളസ്ട്രോളിനും നല്ല ഒരു മരുന്നാണ് ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളമെന്നാണ് പറയുന്നത്. ഫൈബർ കൊണ്ട് സമ്പുഷ്ടമാണ് ചിരട്ടയിലെ ഈ നാരുകൾ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ചിരട്ടപ്പുട്ട്. പുട്ടുണ്ടാക്കാൻ മാത്രമല്ല, ഈ ചിരട്ടയിൽ നൂലപ്പവും ഉണ്ടാക്കാം. ഇതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുത്ത് മുകളിലായി മാവ് പിഴിഞ്ഞൊഴിച്ച ശേഷം ആവി കയറ്റിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നൂലപ്പം റെഡിയാക്കാം. ഇതിനായി പുതിയ ചിരട്ട വേണം ഉപയോഗിക്കാൻ. തേങ്ങ ചിരകുന്ന അന്ന് തന്നെയുള്ള ചിരട്ട എടുക്കുന്നതാണ് നല്ലത്. ചിരട്ട വെന്ത വെള്ളം കുടിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ നമ്മൾ ചിരട്ട തിളപ്പിക്കാനായി എടുക്കുമ്പോൾ നമ്മൾ അതാത് ദിവസം തേങ്ങ ചിരവിയ ശേഷമുള്ള ചിരട്ട വേണം എടുക്കാൻ. ചിരട്ട വെന്ത വെള്ളം ഇങ്ങനെ നല്ല ചുവപ്പ് നിറമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കുടിക്കാൻ എടുക്കാൻ മാത്രമല്ല, ശരീരവേദനകൾ മാറാൻ ശരീരത്തിൽ ഒഴിച്ച് കുളിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിൽ നിന്ന് എടുക്കാനായി സ്റ്റീലിൻ്റെ സ്പൂണുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്തു പോകും. ഇതിന് പകരമായി ചിരട്ട കൊണ്ടുള്ള സ്പൂണോ തടി കൊണ്ടുള്ള സ്പൂണോ ഉപയോഗിക്കുക. ഇതുപോലുള്ള ഐസ്ക്രീം സ്പൂൺ ആയാലും ഉപയോഗിക്കാം. മിക്കപ്പോഴും തണുപ്പുള്ള ദിവസങ്ങളിൽ ഉപ്പുപൊടി കട്ട പിടിക്കാറുണ്ട്. ഇതുപോലെ ചിരട്ടയുടെ ഒരു ചെറിയ പീസ് ഉപ്പിനടിയിലേക്ക് താഴ്ത്തി വെച്ചു കൊടുത്താൽ മതി. ഉപ്പുപൊടി ഒട്ടും തന്നെ കട്ട പിടിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.